Okay, students, today we are moving on to the next ratio, that is capital gearing ratio. In our last class, we were discussing about the fixed asset ratio. So now capital gearing ratio is one of the important ratio which helps to analyze the structure, capital structure of the company. And here capital gearing or leverage both refers to the proportion between fixed income bearing funds and equity shareholders fund. Fixed income bearing funds എന്ന് വെച്ചാൽ എന്താ, അതായത് ഡിബഞ്ചേഴ്സ്, ലോൺസ്, ഇതൊക്കെ ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് നമുക്ക് കൊടുക്കേണ്ട ഫണ്ടുകളാണ്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് എന്ന് പറയുന്നത് ഇവർക്കെല്ലാം കൊടുത്തിട്ട് ഫിക്സഡ് ഇൻകം അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റും ഇതും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന ഇത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് ഫണ്ടുകളും തമ്മിൽ നമുക്ക് അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ നടത്തുന്നുണ്ട്. ഫിക്സഡ് ആയിട്ട് ഇൻകം കൊടുക്കേണ്ടി വരുന്ന ഫണ്ടുകളും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് എന്ന് പറയുമ്പോൾ ഫിക്സഡ് ആയിട്ട് കൊടുക്കണ്ട, ഉണ്ടെങ്കിൽ കൊടുക്കുക, ഇല്ലെങ്കിൽ കൊടുക്കണ്ട എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഈ രണ്ട് ഫണ്ടുകൾ തമ്മിലാണ് നമ്മളിവിടെ റിലേഷൻഷിപ്പ് പഠിക്കുന്നത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോന്, വിച്ച് ഹെൽപ്സ് us to identify the capital structure of the company. So ഫിക്സഡ് ഇൻകം ബാരിംഗ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഡിബഞ്ചേഴ്സ് ഉണ്ട്, ടേം ലോൺസ് ഉണ്ട്, പ്രിഫറൻസ് ടേം ലോൺസ് ഉണ്ട്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽസ് ഉണ്ട്, ഒക്കെ ഇതിൽ വരുന്നതാണ്. ലോങ് ടേം ലോൺസ്, ഡിബഞ്ചേഴ്സ്, പിന്നെ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇക്വിറ്റി ക്യാപിറ്റലും എല്ലാ റിസർവ്സും സർപ്ലസും. ഓക്കെ, അപ്പൊ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ടിൽ പെടുന്നതാണ് ഡിബഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലൊക്കെ. പ്രിഫറൻസ് ഷെയർ ക്യാരി ഫിക്സഡ് റേറ്റ് ഓഫ് ഡിവിഡൻഡ്. അതായത് മിക്ക മെജോറിറ്റി പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും എങ്ങനെയാണ് ഫിക്സഡ് ആയിട്ട് ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും. അപ്പൊ അതും ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ടാണ്. ഡിബഞ്ചേഴ്സും ലോങ് ടേം ലോൺസും ഒക്കെ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് അവർക്ക് കൃത്യമായിട്ട് എല്ലാ വർഷവും കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഫിക്സഡ്. സോ ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഈ രണ്ട് കമ്പോണൻസ് ആണ് വേണ്ടത്. That is, capital gearing ratio is equal to fixed income bearing funds divided by equity shareholders fund. ഈ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ പ്ലസ് ഡിബഞ്ചേഴ്സ് പ്ലസ് ലോങ് ടേം ലോൺസ് ഡിവൈഡ് ബൈ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിലെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും മറ്റെല്ലാ റിസർവ്സ് ആൻഡ് സർപ്ലസസും പെടും. ഓക്കെ, ദെൻ ഇതിനെ നമ്മള് അതിന്റെ ഇന്റർപ്രിട്ടേഷനും കാര്യങ്ങളൊക്കെയാണ് അടുത്തത് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ കമ്പനി നമ്മളെപ്പോഴും ഹൈലി ഗിയർഡ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ ആണ് നമ്മൾ നോക്കുന്നത്. അതിന്റെ അർത്ഥം തന്നെ നമ്മൾ എന്താന്ന് പറഞ്ഞു, എന്താണ് ക്യാപിറ്റൽ സ്ട്രക്ചർ അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ലിവറേജ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റേഷ്യോ ആണ്. കമ്പനി വുഡ് ബി ഹൈലി ഗിയർഡ്. ഹൈലി ഗിയർഡ് എന്ന് എപ്പോഴാണ് നമ്മൾ കമ്പനീനെ പറയാ? ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോ കോമ്പിനേഷൻ പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലിന്റെയും അല്ലെങ്കിൽ ലോങ് ടേം ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ടിന്റെയും ഇക്വിറ്റി ഫണ്ടിന്റെയും പ്രൊപ്പോർഷൻ എങ്ങനെയാവുമ്പോഴാണ് നമ്മൾ ഒരു കമ്പനി ഹൈലി ഗിയർഡ് ആണെന്ന് പറയാ? ഇഫ് ദ പ്രൊപ്പോർഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ആൻഡ് ഡിബഞ്ചേഴ്സ് ഇസ് ഹൈ, ദാറ്റ് ഇസ് ഇക്വിറ്റി ക്യാപിറ്റൽ ഇസ് ലെസ്. ആ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ കമ്പനി ഹൈലി ഗിയർഡ് എന്ന് പറയാ. അതായത് ലോങ് ടേം ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട്സ്, ദാറ്റ് ഇസ് ഫണ്ട്സ് ലൈക്ക് ഡിബഞ്ചേഴ്സ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ലോങ് ടേം ലോൺസ്, ഈ ഫണ്ടുകളൊക്കെ കൂടി നിൽക്കുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ ഹൈലി ഗിയർഡ്, കമ്പനി ഹൈലി ഗിയർഡ് ആണെന്ന് പറയാം. കമ്പനി ലോ ഗിയർഡ് ആണെന്ന് പറയുന്നത് എപ്പോഴാണ്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഡിബഞ്ചേഴ്സും ലോങ് ടേം ലോൺസും ഒക്കെ കുറഞ്ഞു നിൽക്കുകയും ഇക്വിറ്റി ക്യാപിറ്റലിൽ കൂടി നിൽക്കുകയും ചെയ്യുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എന്ത് പറയാ? കമ്പനി ലോ ഗിയർഡ് ആണെന്ന് പറയാം. ഓക്കെ, സോ നമ്മൾ നേരത്തെ ചെയ്ത ഒരു എക്സാമ്പിൾ ഉണ്ടല്ലോ, അത് തന്നെയാണ് നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു എക്സാമ്പിളിൽ ആ എക്സാമ്പിൾ ഇട്ടിട്ട് തന്നെ നമ്മൾ ഇവിടെ പ്രോബ്ലം കാൽക്കുലേറ്റ് ചെയ്യാണ്. ഇതിനു വേണ്ടി വേറെ പുതിയ പ്രോബ്ലം നമ്മൾ ചെയ്യുന്നില്ല. ഓക്കെ, so Cochin Trading Company were in debentures and preference share capital amounted to 90,000 and equity shareholders fund 1,20,000. So sorry, 1,20,000. Then Cochin Trading Company is said to be low geared. ഇത് low geared ആണ്. കാരണം എന്താണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ് കൂടുതൽ. ഈ ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് ലൈക്ക് ഡിബഞ്ചേഴ്സും പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടിനെ വെച്ച് നോക്കുമ്പോൾ കുറവാണ്. അതുകൊണ്ട് തന്നെ കമ്പനി ലോ ഗിയർഡ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഈ ലോ ഗിയറിംഗ് ആണെങ്കിൽ എന്താ പ്രശ്നം? അത്
ലീഡ്സ് ടു റിസ്ക് ടു ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ്. അതായത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന്റെ ഫണ്ടിനെയാണ് മുഴുവൻ ആശ്രയിച്ച് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നഷ്ടം വന്നാലും അത് കൂടുതൽ ബെയർ ചെയ്യേണ്ടി വരുന്നത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ സിഗ്നിഫിക്കൻസ് എന്താണ് ക്യാപിറ്റൽ ഗിയറിംഗ് റേഷ്യോന്റെ? Capital gearing ratio reveals the company's capital structure that we have already mentioned that, and this ratio is important not only to the company, കമ്പനിയുടെ ഉള്ളിലുള്ളവർക്ക് മാത്രമല്ല, ഇതിലേക്ക് ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ലോൺ കൊടുക്കാനോ ഒക്കെ നോക്കുന്ന ഇൻവെസ്റ്റേഴ്സിനും ഒക്കെ ഇത് ഹെൽപ്ഫുൾ ആണ്. ഇത് ഹൈലി ഗിയർഡ് ആണോ ലോ ഗിയർഡ് ആണോ എന്നുള്ളതൊക്കെ. ഇപ്പൊ ഇക്വിറ്റി ലോ ഗിയർഡ് ആണെങ്കിൽ അത് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് എന്താണ് കൂടുതൽ റിസ്ക് ആണ്. സോ ആ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് മേടിക്കാനായിട്ട് അവർക്ക് എന്തുണ്ടാവില്ല, താല്പര്യം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ നോക്കാനായിട്ട് ഈ റേഷ്യോ ഹെൽപ്പ് ചെയ്യും. Capital gearing ratio may affect the company's dividend policy, built up of reserves. എത്രത്തോളം റിസർവ്സ് മെയിൻറ്റെയിൻ ചെയ്യണം. റിസർവ്സ് മുഴുവൻ ആരുടെയാണ്? ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്. അപ്പോ നമ്മുടെ ഗിയറിംഗ് കുറയ്ക്കണം, ഹൈലി ഗിയർഡ് ആക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? റിസർവ്സിന്റെ മെയിൻ്റെനൻസ് കുറയ്ക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടത് എവിടെയാണ്? ഈ ഒരു റേഷ്യോ നോക്കിയിട്ടാണ്. ദിസ് റേഷ്യോ ഷോസ് ദ എഫക്ട് ഓഫ് use of fixed interest or dividend bearing funds on profits available to equity shareholders. എത്രത്തോളം ഫിക്സഡ് ഇൻകം ബെയറിംഗ് ഫണ്ട് ലൈക്ക് ഫിക്സഡ് ഡിവിഡൻഡ്, ഫിക്സഡ് ഇൻട്രസ്റ്റ് ബെയറിംഗ് ഫണ്ട് ലൈക്ക് ഡിബെഞ്ചേഴ്സ്, ലോങ് ടേം ലോൺസ്, പ്രിഫറൻസ് ഷെയർസ് എത്രത്തോളം ഒക്കെ യൂസ് ചെയ്യണമെന്ന് കമ്പനി ഡിസൈഡ് ചെയ്യുന്നത് ഈ ഒരു റേഷ്യോനെ പഠിച്ചതിന് ശേഷമായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് കവറേജ് റേഷ്യോസ് ആണ്. ഇത് ഈ ഒരു കാറ്റഗറിയുടെ അണ്ടറിൽ നമ്മൾ പഠിക്കുന്ന നെക്സ്റ്റ് റേഷ്യോ കവറേജ് റേഷ്യോസ്. കവറേജ് റേഷ്യോന്റെ സബ് റേഷ്യോസ് ആയിട്ട് ഒരുപാട് റേഷ്യോസ് വരുന്നുണ്ട്. ഓക്കെ, ലിവറേജ് റേഷ്യോയിലെ രണ്ടാമത്തെയാണ് കവറേജ് റേഷ്യോസ് എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ റേഷ്യോസ് ആണ് നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. ദീസ് റേഷ്യോസ് ആർ കമ്പ്യൂട്ടഡ് ഫ്രം ദ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. P&L അക്കൗണ്ടിൽ നിന്നാണ് കവറേജ് റേഷ്യോസ്. ഇത്രയും നേരം സ്ട്രക്ചറൽ റേഷ്യോസ് ഒക്കെ നമ്മൾ ബാലൻസ് ഷീറ്റിൽ നിന്നാണ് ചെയ്തുകൊണ്ടിരുന്നത്. കവറേജ് റേഷ്യോസ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുക. So coverage ratios are used to test the firm's debt servicing capacity. അതായത് കടം മേടിച്ചത് എത്രത്തോളം തിരിച്ചു കൊടുക്കാനായിട്ടുള്ള കപ്പാസിറ്റി ഫേമിനുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്യാനാണ് ഈ ഒരു കവറേജ് റേഷ്യോസ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നത്. സോ ഡെപ്റ്റ് സർവീസിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് എബിലിറ്റി ഓഫ് ദ ഫേം ടു മേക്ക് ദ പീരിയോഡിക് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പൊ മാസം മാസം കൊടുക്കേണ്ട ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും, മാസം മാസം പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇതൊക്കെ കൊടുക്കാനായിട്ട് എത്രത്തോളം കേപ്പബിലിറ്റി കമ്പനിക്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന റേഷ്യോസ് ആണ് കവറേജ് റേഷ്യോസിന്റെ അണ്ടറിൽ വരുന്നത്. ഇനി കവറേജ് റേഷ്യോസിന്റെ തന്നെ രണ്ട് ഇമ്പോർട്ടന്റ് ക്ലാസിഫിക്കേഷൻ ആണുള്ളത്. മെയിൻ ആയിട്ട് നമുക്ക് കൊടുക്കേണ്ടി വരുന്ന ബാധ്യതകൾ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റും ഡിവിഡൻഡും ആണ്. അതുകൊണ്ട് രണ്ട് കവറേജ് റേഷ്യോസ് ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോയും ഡിവിഡൻഡ് കവറേജ് റേഷ്യോയും ആണ് രണ്ടെണ്ണം ഉള്ളത് നമുക്ക് പഠിക്കാനായിട്ട്. സോ ഫസ്റ്റ് വൺ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ്. അപ്പം ബോറോഡ് ഫണ്ട്സ് നമുക്ക് കടം മേടിക്കുന്നത് ഏത് ഫേമാണോ അവർക്ക് ഒരു റെഗുലർ ആയിട്ട് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. സോ ലെൻഡർ അല്ലെങ്കിൽ നമുക്ക് കടം തരുന്ന കമ്പനി എന്ത് ചെയ്യും? അവർക്ക് ആർക്കാണോ ഞാൻ കടം കൊടുക്കുന്നത് അല്ലെങ്കിൽ ആരാണോ എനിക്ക് കടം തരുന്നത് അവരെന്താ ശ്രദ്ധിക്കുക? എനിക്ക് ഈ കടം തിരിച്ചു വീട്ടാനായിട്ടുള്ള റെഗുലർ ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടോ എന്ന് അവർക്ക് അറിയണം. എങ്കിൽ മാത്രമാണ് എനിക്ക് കടം തരാൻ തന്നെ അവർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ, അല്ലെ? അപ്പൊ പീരിയോഡിക്കലി എനിക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ്സ് കിട്ടുന്നുണ്ടോ? അങ്ങനെ സഫീഷ്യന്റ് പ്രോഫിറ്റ്സ് ഉണ്ടെങ്കിലാണ് എനിക്ക് ലോൺ എടുത്തേമേ തിരിച്ച് ഇൻട്രസ്റ്റ് പേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. സോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഈ ഒരു പർപ്പസ് സെർവ് ചെയ്യുന്നതിന് വേണ്ടി കാൽക്കുലേറ്റ് ചെയ്യുന്ന റേഷ്യോ ആണ്. ദിസ് റേഷ്യോ മെഷേഴ്സ് ദ കപ്പാസിറ്റി ഓഫ് ദ ഫേം ടു പേ ദ ഇൻട്രസ്റ്റ് ഓൺ ലോങ് ടേം ലോൺസ്, ഡിബഞ്ചേഴ്സ് on a regular basis. So this shows the relationship between operating profit and interest charges. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൊണ്ടാണല്ലോ നമ്മൾ ഡയറക്റ്റ് എക്സ്പെൻസ് ഒക്കെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് കൊണ്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഒക്കെ പേ ചെയ്യുന്നത്. സോ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും ഇൻട്രസ്റ്റിന്റെ എമൗണ്ടും ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് ഈ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഇസ് ഈക്വൽ ടു പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഏതാണ് ന്യൂമറേറ്റർ ആയിട്ട് എടുത്തത്? പ്രോഫിറ്റ്. എങ്ങനെയുള്ള പ്രോഫിറ്റ്? ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിനും ടാക്സ് കൊടുക്കുന്നതിനും മുൻപുള്ള പ്രോഫിറ്റ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്. ഓക്കെ, ഇൻട്രസ്റ്റ് കൊടുക്കാൻ കഴിവുണ്ടോ എന്ന് അറിയണമെങ്കിൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ് എടുക്കുക, എന്നിട്ട് ഇൻട്രസ്റ്റ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ ദിസ് റേഷ്യോ ജനറലി എക്സ്പ്രസ്ഡ് ഇൻ ടൈംസ്. എത്ര തവണ ഈ പ്രോഫിറ്റ് കൊണ്ട് ഇൻട്രസ്റ്റ് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ റേഷ്യോ നമുക്ക് മനസ്സിലാക്കി തരുന്നത്.
It is also known as debt service ratio. Interest coverage ratio ന്റെ വേറൊരു പേരാണ്. ഈ പേരുകളൊക്കെ നിങ്ങൾ പഠിക്കുക, കാരണം ചിലപ്പോൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ഒന്നും ആവില്ല ക്വസ്റ്റ്യനിൽ ചോദിക്കുക. ഡെപ്റ്റ് സർവീസ് റേഷ്യോ എന്നായിരിക്കും. ഓക്കെ, സെയിം തന്നെയാണ് രണ്ടും. ഇനി components of interest coverage ratio ആണ്. Profit and interest are the components of this ratio. So profit എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടാക്സും ഇൻട്രസ്റ്റും കുറയ്ക്കുന്നതിന് മുൻപുള്ള നെറ്റ് പ്രോഫിറ്റ് അല്ല. നെറ്റ് പ്രോഫിറ്റിന്റെ കൂടെ ഇൻട്രസ്റ്റും ടാക്സും കൂടെ കൂട്ടിയിട്ട് അതിന്, അതായത് ഇൻട്രസ്റ്റും ടാക്സും ഒക്കെ അടങ്ങുന്ന പ്രോഫിറ്റ്, അതും കൂടി കൂടിയ പ്രോഫിറ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, കാരണം എന്താണ്? ദിസ് ഈസ് സോ ബിക്കോസ് ടാക്സ് ഇസ് പെയ്ഡ് ആഫ്റ്റർ ഡിഡക്ടിങ് ഇൻട്രസ്റ്റ്. ടാക്സും കൂടെ അടങ്ങുന്ന പ്രോഫിറ്റ് നമ്മൾ എടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആദ്യം പ്രോഫിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് കൊടുക്കും, അതിനുശേഷമാണ് ടാക്സ് കൊടുക്കുന്നുള്ളൂ, അല്ലെ? അപ്പൊ ടാക്സ്, ഇൻട്രസ്റ്റ് ഇതൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള പ്രോഫിറ്റ് അതൊക്കെ കുറയ്ക്കുന്നതിന് മുൻപുള്ള പ്രോഫിറ്റ് കൊണ്ട് വേണം നമ്മൾ ഈ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കാണാനായിട്ട്. സ്റ്റാൻഡേർഡ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് 6 to 7 times ആണ്. അതായത് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് നമ്മളുടെ ആക്ച്വൽ ഇൻട്രസ്റ്റിനേക്കാൾ ഒരു 6 ഇരട്ടിയോ 7 ഇരട്ടിയോ ഉണ്ടാവണം. ഓക്കെ, സോ 6 തവണ. നെക്സ്റ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇത് ലോങ് ടേം ക്രെഡിറ്റേഴ്സിന്, നമുക്ക് ഒരു ലോങ് ടേമിലേക്ക് കടന്നു തരുന്നവർക്കാണ് ഈ ഒരു റേഷ്യോ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിരിക്കുന്നത്. എത്ര തവണ നമ്മളുടെ ഇൻട്രസ്റ്റ് കവർ ചെയ്യാനായിട്ടുള്ള പ്രോഫിറ്റ് അവരെ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ എത്ര മടങ്ങുന്നത് കൂടുന്തോറും അവർക്ക് സേഫ്റ്റി കൂടുകയാണ് ചെയ്യുന്നത്. സോ ദിസ് ഇൻഡിക്കേറ്റ്സ് ദ എബിലിറ്റി ഓഫ് ദ കമ്പനി ടു പേ ദ ഇൻട്രസ്റ്റ് ടു ദ ക്രെഡിറ്റേഴ്സ്. സോ ദിസ് ഓൾസോ ഷോസ് ദ ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ദ കമ്പനി. ഇനി എങ്ങനെയാണ് ഈ ഇന്റർപ്രിട്ടേഷൻ നടത്തുന്നത്? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോന്റെ ഇന്റർപ്രിട്ടേഷൻ എന്താണ്? ഹയർ റേഷ്യോ ആണെങ്കിൽ സ്ട്രോങ്ങർ എബിലിറ്റി ഓഫ് ദ കമ്പനി ടു പേ ഇൻട്രസ്റ്റ്. അതായത് എനിക്ക് 7 times ആണ്, 7 times ആണ് ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് വെച്ചാൽ എന്റെ പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കൊണ്ട് എനിക്ക് എന്റെ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട എമൗണ്ടിനേക്കാൾ 7 മടങ്ങ് എനിക്ക് പ്രോഫിറ്റ് കൂടുതലാണ്. അപ്പൊ അതിന്റെ അർത്ഥം എനിക്ക് എന്റെ ഫിനാൻഷ്യൽ കപ്പാസിറ്റി സ്ട്രോങ് ആണെന്നാണ്. പക്ഷെ ടു മച്ച് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഹൈ പ്രോഫിറ്റ് എന്ന് പറയുന്നത്, ഹൈ റേഷ്യോ എന്ന് പറയുന്നത് നമ്മൾ കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാൻ, ക്യാപിറ്റൽ ബോറോ ചെയ്യുക അല്ലെങ്കിൽ ലോങ് ടേം ലോൺസ് എടുക്കാനുള്ള സ്കോപ്പ് ഉണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല എന്നാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് 6 to 7 times മതി ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. അല്ലാണ്ട് വല്ലാണ്ട് 10, 15, 20 മടങ്ങുണ്ടെന്ന് വെച്ചിട്ട് അത് നല്ലൊരു സിറ്റുവേഷൻ ആവില്ല. നമ്മളുടെ അൺയൂസ്ഡ് ഡെപ്റ്റ് കപ്പാസിറ്റിനെയാണ് അത് കാണിക്കുന്നത്. ദെൻ ലോ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കൂടുതൽ ഡെപ്റ്റ് നമ്മൾ യൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് 2 times കിട്ടുന്നുള്ളെങ്കിൽ എന്റെ പ്രോഫിറ്റ് കൊണ്ട് എനിക്ക് ഇൻട്രസ്റ്റ് മീറ്റ് ചെയ്യാൻ ജസ്റ്റ് പിന്നെ ഒരു ഇരട്ടിയും കൂടി, 2 ഇരട്ടിയാണ് എനിക്ക് ഇൻട്രസ്റ്റിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഉള്ളൂ. അപ്പോ എനിക്ക് റിസ്ക് ഉണ്ട്. മീൻസ് എന്തെങ്കിലുമൊക്കെ വേറെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് എന്റെ എക്സ്പെൻസ് കൂടുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു കവറേജ് റേഷ്യോ ഇത്രയും മിനിമത്തിലാണ് നിൽക്കുന്നത്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. അത് നമുക്ക് കടം തന്നവർക്ക് അതൊരു റിസ്ക് ആണ്. ഓക്കെ, സോ ലോ റേഷ്യോ എന്ന് പറയുന്നത്, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത് എക്സസീവ് യൂസ് ഓഫ് ഡെപ്റ്റ് കൂടുതൽ ഉപയോഗിക്കുകയും ഇന്നബിലിറ്റി ടു ഓഫർ അഷ്വർഡ് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ദ ക്രെഡിറ്റേഴ്സ്. ഇത് കമ്പനിയുടെ സോൾവൻസിനെ എഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം കമ്പനി എന്താണ് അത്രയധികം സോൾവെന്റ് അല്ല. കാരണം കമ്പനിക്ക് ഇൻട്രസ്റ്റ് റേറ്റ് കവർ ചെയ്യുന്നതിനുള്ള അധികം എക്സസ് മാർജിനുള്ള പ്രോഫിറ്റ് ഒന്നും ഇല്ല എന്നാണ് അതിന്റെ ഇൻഡിക്കേഷൻ. ഇനി എക്സാമ്പിൾ 7 നോക്കുവാണെങ്കിൽ, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഓഫ് എ ലിമിറ്റഡ് ആഫ്റ്റർ ചാർജിങ് ഇൻട്രസ്റ്റ് ഓൺ ഡിബഞ്ചേഴ്സ് ആൻഡ് ടാക്സ് ഇസ് 1,60,000. ഇത് കണ്ടോ, ഇൻട്രസ്റ്റും ടാക്സും ചാർജ് ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ്. അതായത് അത് രണ്ടും കുറച്ചതിന് ശേഷമുള്ള പ്രോഫിറ്റ് ആണ് ഈ 1,60,000. ദ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് 40,000. അപ്പൊ കുറച്ച് ഇൻട്രസ്റ്റ് ഏതൊക്കെയാണ്? 40,000. ടാക്സേഷൻ എത്രയാണ്? 80,000. കാൽക്കുലേറ്റ് ദ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മള് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആ കാണണ്ടേ. അപ്പോൾ ഈ 1,60,000 കൂടെ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യണം. എന്നാലാണ് നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടുള്ളൂ. ഇത് പ്രോഫിറ്റ് ഡിഡക്റ്റഡ് ആഫ്റ്റർ ഡിഡക്ടിങ് ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് ഈ 1,60,000. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്തു? പ്രോഫിറ്റ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കാണാൻ വേണ്ടി ഇത് രണ്ടും കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്തു. സോ യു വിൽ ഗെറ്റ് 2,80,000. 1,60,000 കൂടെ 40,000 80,000 ആഡ് ചെയ്യുമ്പോൾ 2,80,000 കിട്ടി. ഓക്കെ, ഇനി ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്? 40,000 അല്ലെ? ഡിവൈഡ് ബൈ 40,000 is equal to 7 times. സോ ഇന്റർപ്രിട്ടേഷൻ എന്താണ്? ഇത് സാറ്റിസ്ഫാക്ടറി ആണ്. നമുക്ക് 6 to 7 times, അതായത് ഈ ഇൻട്രസ്റ്റ് റേറ്റിനെ 7 തവണ കവർ ചെയ്യാനായിട്ടുള്ള പ്രോഫിറ്റ് നമ്മുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ അത് സാറ്റിസ്ഫാക്ടറി ആണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ. ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് falls on 1/7 of the present level. So the company is financially sound. കാരണം കമ്പനിയുടെ
പ്രോഫിറ്റിന്റെ 7ൽ 1 ഭാഗം മാത്രമാണ് ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പൊ 7 തവണ